വളരെ ചെറിയ പ്രായത്തിൽ പിന്നണി ഗായികയായി മലയാള സിനിമയിൽ നിറഞ്ഞ താരമാണ് സുജാത മോഹൻ. കേവലം 12 വയസ്സുള്ളപ്പോഴായിരുന്നു സുജാത സിനിമയിൽ പാടുന്നത്. പിന്നീട് യേശുദാസിൻ്റെ ട്രൂപ്പിൻ്റെ ഭാഗമായി നിരവധി പ്രോഗ്രാമുകളും തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും നൂറുകണക്കിന് പാട്ടുകൾ പാടി. സംഗീതയാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് താരം. സുജാതയുടെ ഈ യാത്രയിൽ എല്ലാ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്നത് ഭർത്താവ് മോഹനാണ്. മാത്രമല്ല, മകൾ ശ്വേതാ മോഹനും പാട്ടുകാരിയായി സിനിമയിലേക്ക് എത്തി. ഇതിനിടെ മകൾക്ക് ജന്മം കൊടുത്തതിന് മുമ്പ് താൻ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് സുജാത പങ്കുവച്ച കാര്യങ്ങൾ വൈറലാകുകയാണ് ഇപ്പോൾ. 2 തവണ അബോർഷനായി പോയതിനു ശേഷമാണ് മൂന്നാമത് മകൾ ശ്വേതയെ തനിക്ക് ലഭിച്ചതെന്നാണ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സുജാത വെളിപ്പെടുത്തിയത്. മുംബൈയിൽ നിന്ന് PG കഴിഞ്ഞ് മടങ്ങി വന്ന മോഹന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ജോലി കിട്ടി. അങ്ങനെ ഞാനും അമ്മയും കൂടി ചെന്നൈയിലെത്തി. ആയിടയ്ക്ക് ഗർഭിണിയായെങ്കിലും അത് അബോർഷനായി പോയി. സങ്കടവും വിഷമവുമൊക്കെ മറികടന്ന് വീണ്ടും ഗർഭിണിയായെങ്കിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇതോടെ ചുറ്റുമുള്ള ആളുകളൊക്കെ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. പാട്ടുപാടി നടക്കുന്നത് കൊണ്ട് കുട്ടികളെപ്പോലും വേണ്ടെന്ന് വെച്ചു എന്നൊക്കെയായി സംസാരം. നമ്മുടെ വീട്ടിനുള്ളിൽ നടക്കുന്നതൊന്നും അവർക്കറിയില്ലല്ലോ. അമ്മയും മോഹനുമൊക്കെ സമാധാനിപ്പിച്ചെങ്കിലും ഞാൻ പാട്ടിനെ വെറുത്തു. ഡിപ്രഷനിലേക്ക് നീങ്ങിയൊരു കാലമായിരുന്നു അതെന്നും സുജാത പറയുന്നു. എന്നാൽ പാട്ടിനോട് അകൽച്ചയുണ്ടെങ്കിലും ദാസേട്ടൻ വിളിച്ചാൽ പാടാൻ പോകാതെ പറ്റില്ല. അങ്ങനെയിരിക്കെ സിലിഗുരിയിൽ ഒരു ഷോ വന്നു. പോകുന്നതിനു മുമ്പ് കുറച്ച് ക്ഷീണം തോന്നിയതുകൊണ്ട് ഡോക്ടറെ കണ്ടു. പരിശോധനകൾക്കായി സാമ്പിളുകൾ നൽകി. എന്തോ കാരണം കൊണ്ട് ഫ്ലൈറ്റ് മിസ്സായി. ഇതോടെ ട്രൂപ്പിന് വേണ്ടി ദാസേട്ടൻ ബസ് വരുത്തി. കുന്നും മലയും താണ്ടി 10 മണിക്കൂറോളം നീണ്ട യാത്രയുണ്ട്. പകുതി ദൂരം ചെന്ന ശേഷം വിവരം പറയാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അമ്മ ആ സന്തോഷ വാർത്ത പറയുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ്. ഞാൻ വീണ്ടും ഗർഭിണിയായി. വിവരമറിഞ്ഞതോടെ ദാസേട്ടൻ വണ്ടി നിർത്തിച്ചു. ഓർക്കസ്ട്ര ഉപകരണങ്ങൾ പാക്ക് ചെയ്തിരുന്ന സ്പോഞ്ചുകളൊക്കെ ഇളക്കിയെടുത്ത് കുഷൻ പോലെ ഒരു സീറ്റ് നിരത്തി എന്നെ അവിടെ കിടത്തി. പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ ചെന്നൈയിലെത്തിയപ്പോൾ ദാസേട്ടൻ ഒരു നിർദ്ദേശം വെച്ചു. നീ തൽക്കാലം വീട്ടിലേക്ക് പോണ്ട. അങ്ങനെ മുകളിലത്തെ കുട്ടികളുടെ മുറി ഞങ്ങൾക്ക് ഒരുക്കി തന്നു. 3 മാസം അനങ്ങാൻ പോലും സമ്മതിക്കാതെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആയിടയ്ക്കൊരു സംഭവമുണ്ടായി. ദാസേട്ടൻ്റെ വീട്ടിൽ 3 പശുക്കളുണ്ട്. ഒരെണ്ണം ഗർഭിണിയായിരുന്നു. ആ പശുവിൻ്റെ ഗർഭം അലസിപ്പോയി. ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടതാണെന്ന് തോന്നി. 3 മാസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം 9 മാസം വരെയും ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചു. ആയിടയ്ക്കൊരു ഇളവ് കിട്ടിയതോടെ ചെന്നൈയിലെ ഒരു ഷോ കാണാൻ പോയി. ദാസേട്ടനും ജയേട്ടനും പാടിയ ഒരു പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞ് 3-ാം നാൾ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി. പറഞ്ഞതിലും 1 മാസം മുമ്പായിരുന്നു പ്രസവമെന്നും സുജാത പറയുന്നു.